പുതിയ കാര്യമൊന്നുമല്ല, പണ്ട് തൊട്ടേ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ. അത് ചേർത്ത് വെച്ച് ടൈപ്പ് ഓഫ് സോളിഡ്, നമ്മുടെ ചുറ്റിലും കാണപ്പെടുന്ന കുറേ സോളിഡുകളെ കുറിച്ച് നമുക്ക് പറയാം. എത്ര തരം സോളിഡ് ഉണ്ട് നമ്മുടെ ചുറ്റിലും? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടൊക്കെ ഉള്ളതാ. ഏതാണെന്ന് അറിയോ? മോളിക്കുലാർ സോളിഡ്സ്. എന്താ ഈ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ? മറ്റേത് ക്യൂബ്, അയ്യോ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതവിടെ കേട്ടെ. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അതിന് ഇപ്പോഴത്തെ നമുക്ക് ചുറ്റിലും കാണുന്ന കുറച്ച് സോളിഡുകളെ കുറിച്ച് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇതും ക്രിസ്റ്റലൈൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം ടൈപ്പ് ഓഫ് സോളിഡ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ചുറ്റിലും കാണുന്ന കുറേ സോളിഡ്, മോളിക്കുലാർ സോളിഡ്സ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, മോളിക്കുലാർ സോളിഡ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ പ്രത്യേകത കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിലെ കണികകൾ എന്ന് പറയുന്നത് മോളിക്യൂളുകളായിരിക്കും. ഉറപ്പിച്ചല്ലോ. അപ്പൊ ഇൻ മോളിക്കുലാർ സോളിഡ്സ് ദ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. ഇതിനെ, ഈ മോളിക്കുലാർ സോളിഡിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, രണ്ട് പോളാർ മോളിക്കുലാർ സോളിഡ്സ്, മൂന്ന് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. പരിചയമുണ്ടോ? ഇവർ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് വേണ്ട, കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പഠിക്കാം. നമുക്ക് അപ്പം ടൈപ്പ് ഓഫ് സോളിഡ്, നമ്മുടെ ചുറ്റും കാണുന്ന സോളിഡുകളിൽ ഒന്നാമത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതായത് മോളിക്കുലാർ സോളിഡ്സ്. എന്താണ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. ഇൻ മോളിക്കുലാർ സോളിഡ്സ് ദ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. അതിലെ ഘടക കണികകളെല്ലാം മോളിക്യൂളുകളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് അതിനകത്തെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. എന്താ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്? നോൺ പോളാർ മീൻസ് ചാർജ് ഇല്ലാത്ത, അല്ലെ? അപ്പൊ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത മോളിക്യൂളുകളായിരിക്കും. ഏതൊക്കെ വരാം? ഹൈഡ്രജൻ, നോർമലായിട്ട് ഗ്യാസുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ കേട്ടിട്ടില്ലേ കാർബൺ ഡൈ ഓക്സൈഡ്? അതിന്റെ സോളിഡ് ഫോം ഡ്രൈ ഐസ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ചാർജ് ഉണ്ടോ? ഇല്ല. ഹൈഡ്രജന് ചാർജ് ഉണ്ടോ? ഇല്ല. നൈട്രോജന് ചാർജ് ഉണ്ടോ? ഇല്ല. ഓക്സിജന് ചാർജ് ഉണ്ടോ? ഇവരൊക്കെ നോൺ പോളാർ ആണ്, ചാർജ് ഇല്ലാത്ത മോളിക്യൂളുകൾ. ഇവർ ചേർന്ന് സോളിഡായി മാറും. ഹൈ പ്രഷറും വളരെ നന്നായി തണുപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് സോളിഡാക്കി മാറ്റാം. അങ്ങനെയുള്ള ആ സോളിഡുകളെയാണ് നമ്മൾ പറയുന്നത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ദ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. നോൺ പോളാർ മോളിക്യൂൾസ് അല്ലേ? ഓക്കെ, ഇനി അവരുടെ ഇടയിലുള്ള ബന്ധനബലം എന്തായിരിക്കും? ഇപ്പൊ ഹൈഡ്രജൻ ഒരു H2 എന്ന് പറയുന്ന മോളിക്യൂളാണ് ഉള്ളത്. അത് അടുത്ത H2 മോളിക്യൂളുകളുമായിട്ട് ഉള്ള ബന്ധനബലമാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അല്ലാതെ രണ്ട് ഹൈഡ്രജന്റെ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഹൈഡ്രജന്റെ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള ബന്ധനബലം കോവാലന്റ് ബോണ്ടാണ്. അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ അതിനെ തണുപ്പിച്ച് പ്രഷർ കൊടുക്കുമ്പോൾ സോളിഡായി വരുമ്പോൾ മോളിക്യൂളുകൾക്കിടയിലുള്ള ബന്ധനബലത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ആറ്റത്തിന്റെ ഇടയിലുള്ളതല്ല, മോളിക്യൂളിന്റെ ഇടയിലുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ആണ്. ഓക്കെ, നമ്മൾ പറയാം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ദ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ നോൺ പോളാർ മോളിക്യൂൾസ്. ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ. അവരുടെ ഇടയിലുള്ള ബന്ധനബലം എന്തായിരിക്കും എന്നറിയോ? വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ്. കേട്ടിട്ടുണ്ടോ? ലണ്ടൻ ഫോഴ്സസ്, വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അവരുടെ അങ്ങനെയുള്ള സോളിഡിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം? ഇവര് നോർമൽ ടെമ്പറേച്ചർ നമ്മൾ എടുത്ത് വെച്ചാൽ അന്നേരം ഗ്യാസ് ആയി പോകും. വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അതുപോലെ നോർമലി ദേ ആർ ഇൻസുലേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ നമുക്ക് മോളിക്കുലാർ സോളിഡ്സിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എങ്ങനെ പറയാം? Non-polar molecular solids, the constituent particles are non-polar molecules. They are held together by weak or dispersion forces or London forces or weak van der Waals force of attraction. നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ അയാളുടെ ഗാസിയസ് ഫോമിലേക്ക് മാറിപ്പോവും. കാരണം അത്രയ്ക്ക് വീക്കായിട്ടുള്ള ബന്ധനബലമാണ് അവരുടെ ഇടയിലുള്ളത്. ഞാൻ എഴുതിയിരിക്കണുണ്ടോ? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് H2CO2. അപ്പൊ നോക്കിയേ, ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബന്ധനബലം അല്ല നമ്മൾ നോക്കുന്നത്, പകരം രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ബലം ഏറ്റവും വീക്കസ്റ്റ് ആണ്.
അതുകൊണ്ട് തന്നെയാണ് അത് എന്തായിട്ട് മാറുന്നത്, വളരെ പെട്ടെന്ന് വേപ്പറൈസ് പോകുന്നത്. നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും അത് സോൾഡ് ആയിട്ടാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. അടുത്ത നമുക്ക് നോക്കാം പോളാർ മോളിക്കുലാർ സോളിഡ്സ്. എന്താ ഈ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാലോ ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ, ഹൈഡ്രജൻ ക്ലോറൈഡ്. അതിനകത്തെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഉള്ള ബന്ധനബലം എന്താ? ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. അതുകൊണ്ട് ഹൈഡ്രജന്റെ ആ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണുകളെ ക്ലോറിൻ അയാളുടെ അടുത്തേക്ക് വലിച്ചു നീക്കും അല്ലേ? പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കുമോ? ഇല്ല, വലിച്ചു നീക്കും. അപ്പോൾ ആ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മോളിക്യൂളുകളെ നമ്മൾ വിളിക്കുന്നത് പോളാർ മോളിക്യൂൾ എന്നല്ലേ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് പറയാം in polar molecular solids the constituent particles are polar molecules. ഏതുപോലെയുള്ള HCl പോലെയുള്ള പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ഇവരുടെ ഇടയിലുള്ള ബന്ധനബലം എന്തായിരിക്കും? അപ്പോൾ ഒരു പോളാർ മോളിക്യൂൾ, ഒരു HCl വന്നു നിന്നു, അടുത്ത HCl ഇപ്പോൾ ഇവിടെ വന്നു നിന്നു, അവരുടെ ഇടയിലുള്ള ബന്ധനബലം ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് മോളിക്കുലാർ സോളിഡ്സിനെ ആദ്യം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് പറഞ്ഞു. അതിനകത്ത് നോൺ പോളാർ മോളിക്യൂൾസ് ആണ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ഇടയിലുള്ള ബന്ധനബലം വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറഞ്ഞു. അടുത്തത് പോളാർ മോളിക്കുലാർ സോളിഡ്സ്, അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾസ് ആണ്. ഏതാണ് പോളാർ മോളിക്യൂൾസ്? HCl പോലെയുള്ള പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ആ മോളിക്യൂളുകളുടെ ഇടയിൽ നിൽക്കുന്ന ബന്ധനബലം ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദാറ്റ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനേക്കാളൊക്കെ ആ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ കൂടുതൽ ആർക്കായിരിക്കും? നമ്മുടെ ഈ പോളാർ മോളിക്കുലാർ സോളിഡ്സിനായിരിക്കും. ഇനി അടുത്തതിലോട്ട് പോകാം, ഹൈഡ്രോജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ, നോക്കാം. നോക്കേ, ഹൈഡ്രോജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് നിങ്ങൾ ഒരുപാട് അടുത്ത് കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഹൈഡ്രോജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിനകത്തെ പ്രത്യേകത എന്തായിരിക്കും? ഇതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾ ആയിരിക്കും. എങ്ങനെയുള്ള മോളിക്യൂൾ? ആ മോളിക്യൂളിൽ ഹൈഡ്രജനും ഉണ്ടാകണം, ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റും ഉണ്ടാവണം. അങ്ങനെ ഒരാളെ പറഞ്ഞു, വാട്ടർ, നമ്മുടെ ജലം അല്ലേ? അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്. ഇനി എന്താ ഇവരുടെ ഇടയിലുള്ള ബന്ധനബലം? ഒരു മോളിക്യൂളിലെ ഹൈഡ്രജൻ മറ്റൊരു മോളിക്യൂളിലെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റുമായി ചേർത്തുണ്ടാക്കുന്ന ബോണ്ടിനെയാണ് നമ്മളൊരു പേര് പറഞ്ഞത്. എന്താ? ഇന്റർമോളിക്കുലാർ ഹൈഡ്രോജൻ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് പറയാം, in hydrogen bonded molecular solids the constituent particles are molecules. മോളിക്യൂൾ ആണ് formed by the combination of hydrogen and highly electronegative element അല്ലേ? ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് എലമെന്റും ചേർന്നുണ്ടായിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. ഇവരുടെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രോജൻ ബോണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ക്ലോസ് ദാറ്റ് വൺ. ആൻഡ് സോ ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു മോളിക്കുലാർ സോളിഡ് 3 ഉണ്ട്. നോൺ പോളാർ ചാർജ് ഇല്ലാത്ത മോളിക്യൂളുകൾ ചേർന്നുണ്ടാവുന്നത്, അതിന്റെ ഇടയ്ക്കുള്ള ബലം വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ്. പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്യൂൾ ആയിരിക്കും ഇതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. അവരുടെ ഇടയിലുള്ള ബന്ധന ബലം ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ഇനി ഹൈഡ്രോജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്, ഹൈഡ്രോജൻ വേണം അതിനകത്ത്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റും വേണം. ആ മോളിക്യൂളിന്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രോജൻ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ആർക്ക് വരും? സ്വാഭാവികമല്ലേ, നമ്മുടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രോജൻ ബോണ്ടിങ്ങിനല്ലേ സ്ട്രെങ്ത് കൂടുതൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഓഫ് സോളിഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ സോളിഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു 3 തരം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അയോണിക് സോളിഡ്. വലിയ കാര്യമൊന്നുമില്ല. അയോണിക് സോളിഡ്, അയോണിക് സോളിഡിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്തായിരിക്കും? അയോൺസ് ആയിരിക്കും. എങ്ങനെയുള്ള അയോൺസ്? പോസിറ്റീവ് ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് അല്ലേ? നമ്മുടെ സോഡിയം ക്ലോറൈഡ്, അതിനകത്ത് Na+ഉം Cl- കൂടെ ചേർന്നല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു അയോണിക് സോളിഡ് ആണ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറയണം, ഇൻ അയോണിക് സോളിഡ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. വ്യത്യസ്ത ചാർജുള്ള അയോണുകളായിരിക്കും. ഇനി ഇവരുടെ ഇടയിലുള്ള ബന്ധനബലം എന്തായിരിക്കും? അതുകൂടെ പറഞ്ഞാൽ പാർട്ടിക്കിൾ എന്താണ്, അവരുടെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്.
ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസിന്റെ ഇടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ, വൈദ്യുത ആകർഷണ ബലം. അപ്പോൾ ആ അയോണിക് സോളിഡിനെ കുറിച്ച് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന പൊട്ടാഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് അല്ല. അപ്പോൾ നമുക്ക് അയോണിക് സോളിഡ്സിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ പറയാം? ഇൻ അയോണിക് സോളിഡ്സ് കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ് ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ. ഓക്കെ, ഇനി അവരുടെ പ്രത്യേകത എന്താ? ഉപ്പ് പെട്ടെന്ന് ഉരുകൂ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും പക്ഷെ ഉരുകത്തില്ല. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഇവർ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുമോ? ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. എപ്പോഴും മാത്രമാണെന്ന് അറിയാമോ? ഒന്നുകിൽ ഇത് വെള്ളത്തിൽ ലയിപ്പിക്കണം അല്ലെങ്കിൽ ഉരുക്കണം. ആ അവസ്ഥയിൽ മാത്രമേ ഇവർ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തുള്ളൂ. സോളിഡ് സ്റ്റേറ്റിൽ ഒരിക്കലും നമ്മുടെ അയോണിക് സോളിഡുകൾ ഇലക്ട്രിസിറ്റി കടത്തിവിടത്തില്ല. കാരണം എന്താണെന്ന് അറിയോ? ഇതിനകത്ത് അയോണുകൾ മൂവ് ചെയ്യണ്ടേ. ഇപ്പോൾ Na+ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളത് നെഗറ്റീവിലോട്ട് പോകണം, നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവിലോട്ട് പോകണം, എന്നാലല്ല ഇലക്ട്രിക് സർക്യൂട്ട് പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ അയോണിക് സോളിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ സോളിഡ് ആയിട്ടിരിക്കുമ്പോൾ ഇവരൊരിക്കലും വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ബട്ട് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്യൂസ് സൊല്യൂഷൻ ആൻഡ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. മറക്കരുത് കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഫ്രീ മൂവ്മെന്റ് ഓഫ് അയോൺസ് ആർ റെസ്ട്രിക്റ്റഡ്. അയോണുകൾക്ക് സ്വതന്ത്രമായി മൂവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഒരു ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ അയോണിക് സോളിഡിന്റെ പ്രത്യേകത അതാണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ദേ ആർ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ aqueous solution and in molten state. മനസ്സിലായല്ലോ? ബിക്കോസ് ഓഫ് ഫ്രീ മൂവ്മെന്റ് ഓഫ് അയോൺസ്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. മെറ്റാലിക് സോളിഡ്സ്. എന്താ മെറ്റാലിക് സോളിഡ്സ്? നമ്മുടെ മെറ്റലുകളില്ലേ, അയണ്, ഗോൾഡ്, സിൽവർ, അലുമിനിയം, അങ്ങനെ സോഡിയം, പൊട്ടാഷ്യം, ഇഷ്ടംപോലെ മെറ്റൽസ് ഇല്ലേ നമുക്ക് അറിയാം. ഇവര് ആറ്റങ്ങൾ ചേർന്നിട്ട് മെറ്റലുകൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ടല്ലേ, ലോഡഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് മെറ്റലിനകത്ത് മെറ്റാലിക് ക്രിസ്റ്റലിനകത്ത് ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? അതാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ഇൻ മെറ്റാലിക് സോളിഡ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് കെർണൽസ്. എന്താ കെർണൽസ്? KERNEL കെർണൽസ് ആണ്. അപ്പോൾ കെർണൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നോക്കിയേ, സ്പെല്ലിംഗ് നോക്കിയേ. KERNEL കേർണൽ എന്ന് പറയും. ഈ കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് നമ്മുടെ ഇപ്പോൾ അയണിന്റെ ആറ്റങ്ങൾ ചേർന്നിട്ട് ഒരു അയണിന്റെ ക്രിസ്റ്റൽ ഉണ്ടാകാൻ പോകുന്നു. ആദ്യം വന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയാവോ? ഇവരുടെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മൊത്തം എടുത്തിട്ട് നീക്കം ചെയ്യും. അപ്പോൾ വാലൻസ് ഷെല്ലിലെ മൊത്തം ഇലക്ട്രോണുകളെ നീക്കം ചെയ്തിട്ട് ഒരാറ്റത്തിന്റെ ബാക്കി വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെർണൽസ് എന്ന് വിളിക്കുന്നത്. മൊത്തം ഇലക്ട്രോണുകളെ അല്ല, വാലൻസ് ഷെല്ലിലെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രം നീക്കം ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഭാഗം, അതായത് ന്യൂക്ലിയസും ബാക്കി ഉള്ളിലുള്ള ഷെല്ലുകളും ചേർന്നിട്ടുള്ള ഒരാറ്റത്തിന്റെ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെർണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവര് നീക്കം ചെയ്ത വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ അതിന് ചുറ്റും ഇങ്ങനെ ചിതറിക്കിടക്കും. മനസ്സിലായോ? അപ്പോൾ മെറ്റാലിക് സോളിഡ്സിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്താണെന്ന് പറയണം നമ്മൾ? പോസിറ്റീവ്ലി ചാർജ്ഡ് കെർണൽസ് സറൗണ്ടഡ് ബൈ എ സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺ. അവരുടെ വാലൻസ് ഷെല്ലിൽ നിന്ന് അവിടെ പുറത്തേക്ക് മാറ്റിയ ഇലക്ട്രോണുകളെല്ലാം ഈ പോസിറ്റീവ് ചാർജുള്ള കെർണൽസിന് ചുറ്റും ഇങ്ങനെ കിടക്കും. അതായത് നമ്മുടെ ഈ വെർമിസെല്ലിക്കകത്തൊക്കെ മുന്തിരിങ്ങ എടുക്കില്ലേ, വെർമിസെല്ലിക്കകത്തുള്ള മുന്തിരിങ്ങയാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് കെർണൽസ്. വെളുത്ത ഭാഗം എല്ലാം എന്താ? ഇലക്ട്രോണുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതേ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ മെറ്റൽസിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, ഇൻ മെറ്റാലിക് സോളിഡ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് കെർണൽസ് സറൗണ്ടഡ് ബൈ എ സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ ഈ കെർണൽസിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഇലക്ട്രോണുകളാണ് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസിന് കാരണം. ദിസ് മൊബൈൽ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ്. ഈ ചലിക്കുന്ന ഇലക്ട്രോണുകളാണ് മെറ്റലുകളുടെ എല്ലാ കണ്ടക്ടിവിറ്റിക്കും കാരണം. മനസ്സിലായല്ലോ? പറയണ്ടല്ലോ? അപ്പോൾ മോളിക്കുലാർ സോളിഡ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണ്. 3 തരത്തിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയണം. അയോണിക് സോളിഡ്സിനകത്ത് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. അയോൺസിന്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലേ. ഇനി മെറ്റാലിക് സോളിഡ്സിനകത്ത് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ മെറ്റൽ എന്ന് കയറി പറയരുത്, പോസിറ്റീവ്ലി ചാർജ്ഡ് കെർണൽസ് ആണ്. അതിന്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? അപ്പം
പോസിറ്റീവും ഇലക്ട്രോണുകളുടെ ഇടയിലുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ദിസ് മൊബൈൽ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം, കോവാലന്റ് സോളിഡ്സ്. കേട്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് കോവാലന്റ് സോളിഡുകളെ കുറിച്ചാണ്. കോവാലന്റ് സോളിഡ്സ് ആൻഡ് കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ. കോവാലന്റ് എന്നൊന്നും പറയല്ലേ, കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ. കോവാലന്റ് ബോണ്ടുള്ള ആരുടെ ഇടയ്ക്കാണ്? ആറ്റങ്ങളുടെ ഇടയ്ക്കല്ലേ. അപ്പോൾ ഇൻ കോവാലന്റ് സോളിഡ്സ് കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ് അല്ലേ, ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ കോവാലന്റ് സോളിഡിന്റെ കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ ആറ്റങ്ങളായിരിക്കും. അവരുടെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ആയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ആരെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്. നമുക്ക് നോക്കാം. ഡയമണ്ടിൽ ആരാ കൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ? നമ്മുടെ കാർബൺ ആറ്റങ്ങളല്ലേ. ഓരോ കാർബൺ ആറ്റവും തൊട്ടടുത്തുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അയാൾക്ക് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കോവാലന്റ് സോളിഡ്സിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ഡയമണ്ട് ആണ്. ഇൻ ഡയമണ്ട് each carbon atom attached to 4 other carbon atoms to form a giant 3-dimensional crystal structure. അല്ലേ? There is no free electron, so diamond cannot conduct electricity and also it is very hard. നമ്മൾ കേട്ടിട്ടില്ലേ? ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം ഗ്രാഫൈറ്റിനെ കുറിച്ച്. നമുക്ക് നോക്കാം ഗ്രാഫൈറ്റിൽ എന്താ പ്രത്യേകത. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അവർ ബന്ധപ്പെട്ടിട്ട് എന്താ ഉണ്ടാവണേ? ഹെക്സഗണൽ ലേയേഴ്സ് ആണ്. ഞാനിവിടെ വരച്ചിട്ടുണ്ട്, നോക്കി. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും കേട്ടോ തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നോക്കി ഹെക്സഗണൽ ആയിട്ടുള്ള ലേയേഴ്സ് ആയിട്ട് മാറും. മനസ്സിലായോ? ഓരോ കാർബൺ ആറ്റവും തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി ബോണ്ട് ഫോം ചെയ്തിട്ട് ഹെക്സഗണൽ ലേയേഴ്സ് ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? അപ്പൊ 3 പേരുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടല്ലോ. ദാറ്റ് ഇസ് വൈ ഗ്രാഫൈറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, ഈ ഒരു ലെയർ എന്ന് പറയുന്നത് ലേയേഴ്സ് ആയിട്ട് മാറില്ലേ. അപ്പോൾ ഒരു ലെയറിന് മറ്റൊരു ലെയറിന് പുറത്തുകൂടി നിരങ്ങി ഇങ്ങനെ നീങ്ങുവാൻ കഴിയും. ബുക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആക്കി നോക്കിയേ. അങ്ങനെ ഒരു ലെയറിന് പുറത്തുകൂടി മറ്റൊരു ലെയറിന് ഈസി ആയിട്ട് അതിനകത്ത് നിരങ്ങി നീങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റ് ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് ഗ്രാഫൈറ്റിനെ ഒന്നുകൂടെ പറയാം. In graphite, each carbon atom attached to 3 other carbon atoms to form hexagonal layers. One layer can slide over another, so it can be used as a good solid lubricant, and he can conduct electricity because of that one free electron. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ സോളിഡ് ടൈപ്പ് ഓഫ് സോളിഡ് നമ്മുടെ ചുറ്റുമുള്ളതാണ്. നിങ്ങൾക്കൊക്കെ നോക്കാം. നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക. ലേറ്റായ ക്ലാസ്സുകളൊന്നും കുഴപ്പമൊന്നുമില്ല, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എടുത്ത് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് 2-3 പ്രാവശ്യം കേൾക്കുക. എന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾ സാറിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിലിട്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. ഏത് ടോപ്പിക്കാണ് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ദിവസം ബാക്കി കേൾക്കാം. അന്ന് പ്രോബ്ലം ഒക്കെ ഉണ്ട്. നോട്ട് ഞാൻ ഇതിൻ്റെ വാട്സപ്പിൽ അയച്ചു തരാം കേട്ടോ. ഓക്കെ, എന്നാൽ ഹാവ് എ ഗുഡ് ഡേ, ബൈ.